പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യുദ്ധമുഖത്ത് ഇന്ന് അതിനിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായി എന്ന് വെച്ചാൽ ഇറാൻ ചില ചർച്ചകൾക്കൊക്കെ സന്നദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് 5 ദിവസത്തേക്ക് ആക്രമണത്തിനൊരു ഇടവേള പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇറാനിലേക്ക് അടുത്ത 5 ദിവസത്തേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ വഴങ്ങിയിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് IRGC അല്പസമയം മുമ്പ് അതിന് റിപ്ലൈ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചർച്ചയും ഇല്ലാതെ തന്നെ ട്രംപ് ഈ ഒരു ഇടവേളയിലേക്ക് പോവുകയാണോ? ട്രംപിന് യുദ്ധം മടുത്തോ, അല്ലെങ്കിൽ ട്രംപ് വഴങ്ങുകയാണോ എന്ന ചോദ്യമാണ്. ഒപ്പം തന്നെ ഹോർമൂസിലെ നിയന്ത്രണം പിൻവലിച്ചില്ല എങ്കിൽ 48 മണിക്കൂറിനകം അത് പിൻവലിച്ചില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങളൊക്കെ ആക്രമിക്കുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പിൻ്റെ സമയം തീരാൻ പോവുകയാണ്. ആ മുന്നറിയിപ്പിൻ്റെ സമയം തീരാൻ പോകുമ്പോഴാണ് പുതിയൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രംപ് തോറ്റോ യുദ്ധത്തിൽ എന്നതാണ് അടുത്ത ചോദ്യം. ട്രംപ് തോറ്റോ? എന്താ പറയുക, ഈ യുദ്ധം ഒരു കാരണവശാലും തുടരാൻ പാടില്ല എന്നിരിക്കെ തന്നെ ഇതുപോലെ നമുക്കെന്താ പറയുക, നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു മുഹൂർത്തം ഇല്ല. ശരിയാണ്, യുദ്ധം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല, നമ്മളെയൊക്കെ അനുഭവിക്കുകയാണ്. പക്ഷേ വാട്ട് എ ഡേ. നോക്കൂ, ട്രംപ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ഭരണാധികാരി സാഷ്ടാംഗം വീണ് നിലത്ത് കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. 48 മണിക്കൂർ മുമ്പ് ഇങ്ങനല്ലല്ലോ സാറ് പറഞ്ഞത്. വെറും 48 മണിക്കൂർ മുമ്പ്, 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ശരിയാക്കി കളയും എന്നാണ് പറഞ്ഞത്. ഇറാൻ അപ്പോഴും പറഞ്ഞു നമുക്ക് കാണാം, ശരി, നിങ്ങൾ ഇങ്ങോട്ട് അടിക്കാൻ പോവാണ്, ഞങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ മുഴുവൻ തകർക്കും. ശരി, ഞങ്ങൾ ഗൾഫിലെ ശുദ്ധജല പ്ലാന്റുകൾ മുഴുവൻ തകർക്കും. അതായത് ഇറാനിലെ ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലെങ്കിൽ ഗൾഫിലെ ആശുപത്രിയിൽ വെള്ളവും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ഇനി 24 മണിക്കൂർ, ഇനി 20 മണിക്കൂർ, അതാ വലിയ യുദ്ധം വരാൻ പോവാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് രാവിലെ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടില്ലേ, 4000 കിലോമീറ്റർ റേഞ്ചിലുള്ള സ്ഥലത്ത് അവന്മാർ മിസൈൽ വെച്ചു. ഞാൻ അന്നേ പറഞ്ഞതാണ്, കണ്ടോ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിലേക്ക്, അവരുടെ ആണവ റിയാക്ടറിന് അടുത്തുള്ള വീടുകളിലേക്ക് തകർത്തിട്ടുണ്ടല്ലേ, ഇവന്മാർ മൊത്തം കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി നിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞ് ഞങ്ങൾ ചർച്ച നടത്തി, ഇറാൻ അപ്പോഴും ട്രോളി, ഒരു ചർച്ചയും നടന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വേറൊരു തമാശ എങ്ങനെയുണ്ട്, ഇന്ന് രാവിലെ IRGCയുടെ സ്ഥിരമായിട്ട് വരുന്ന, അതിൻ്റെ പേരെനിക്കറിയില്ല, സ്ഥിരമായിട്ട് ഇത്തരം മിലിറ്ററി സ്പോക്സ് പേഴ്സണാണ്, അദ്ദേഹം ട്രംപിനെ ട്രോളുന്നുണ്ടായിരുന്നു. ട്രംപ് സാധാരണ ട്രൂത്ത് സോഷ്യലെല്ലാം കഴിഞ്ഞിട്ട് യു ആർ ഫയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ എന്ന് പറഞ്ഞ് നിർത്തുക. ഇതുപോലെ ഇയാൾ ഇംഗ്ലീഷിൽ ട്രംപ് യു ആർ ഫയർഡ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, താങ്ക് യു ഫോർ അറ്റൻഷൻ എന്ന് പറഞ്ഞ് ട്രോളാനും തുടങ്ങി. ഇറാൻ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഇവർ പറയുമ്പോൾ ഇറാൻ മിസൈലുകൾ അയക്കുക മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ഡൊണാൾഡ് ട്രംപിനെ ട്രോളാനും തുടങ്ങിയ ഒരു സാഹചര്യത്തിന് ശേഷമാണ് നമ്മുടെ സായിപ്പ് ഞാൻ വെടി നിർത്തി, അവർ പറഞ്ഞതുകൊണ്ട് നല്ല ചർച്ചയായിരുന്നു ഞങ്ങൾ നിർത്തിയെന്ന് പറയുന്നത്. അണുശക്തി നിലയങ്ങൾ, വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ ഞങ്ങൾ തകർത്ത് തുടങ്ങും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അടുത്ത 5 ദിവസത്തേക്ക് ഇത് നടത്തില്ല എന്നും ഫലപ്രദമായ ചർച്ചകൾ തുടരുമെന്നും അമേരിക്ക പറഞ്ഞതിൻ്റെ അർത്ഥം, അമേരിക്കയ്ക്ക് ഇനി ഇതിനകത്തുനിന്ന് ഊരാൻ മറ്റ് വഴിയില്ല എന്നുള്ളതാണ്. നോക്കണം, 24 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലെ ഭരണകൂടം മാറണം എന്ന് പറയുകയും ഇറാനെ തവിടുപൊടിയാക്കുകയും ഇറാനെ വേണമെങ്കിൽ മറ്റാളുകളെ വെച്ച് ഇറാനെ പലതായിട്ട് വിഭജിക്കും, കുർദുകളെ വെച്ചെന്ന് പറഞ്ഞു കൊടുത്തെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു ഹോർമൂസ് കടലെടുക്ക് തുറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 20 ദിവസം മുമ്പ് ഹോർമൂസ് കടലൊക്കെ തുറന്നു തന്നെയായിരുന്നു. ഈ ചേട്ടൻ വന്നതിന് ശേഷം ഹോർമൂസ് കടലെടുക്ക് അടച്ചത്. അപ്പോൾ അത് തുറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ട്രംപ് പറഞ്ഞു. അതും നടന്നില്ല. പക്ഷേ ബിവെയർ, ട്രംപ് വളരെ അയക്ക് നിൽക്ക് ഭ്രാന്താണെന്നും പല രീതിയിൽ തോന്നാമെങ്കിലും ട്രംപിൻ്റെ കയ്യിലുള്ള ഭ്രാന്തില്ലായ്മയോ വളരെ ഡെഡ്ലിയാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ചർച്ചകൾ നടന്ന് ഫലപ്രദമായ ചർച്ച തീരാൻ പോകുന്നതിൻ്റെ ഇപ്പോൾ വരാമേ ഒപ്പിടാനുള്ളതിന് പുറത്തിറങ്ങിപ്പോയിട്ട് മിസൈൽ അയച്ച് അവിടുത്തെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയെ കൊല്ലുന്ന ഭ്രാന്തനാണ്. അതുകൊണ്ട് ഈ ട്രംപ് തോറ്റു എന്ന് നമുക്കിപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചിരിക്കാൻ വരട്ടെ, എന്താണ് ഈ മനുഷ്യൻ്റെ തലയിലിരിക്കുന്നത് നമുക്കറിയില്ല. അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, ഓർക്കണം, 1 വർഷം മുമ്പ് ലോകത്തിന് മുഴുവൻ ടാരിഫ് അടിച്ചു കൊടുത്തു, 50, 65, 75. ഇത് അമേരിക്കയെ തകർക്കും, ഇത് ഈ മണ്ടത്തരമാണെന്ന് പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? അവസാനം എല്ലാ രാജ്യങ്ങളും ട്രംപ് പറഞ്ഞെടുത്തൊന്ന് ഒപ്പിട്ടിട്ട് പോയില്ലേ? ഇന്ത്യ അടക്കം ഒപ്പിട്ടില്ലേ? അവസാനം ട്രംപാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ചില്ലേ? അപ്പോൾ ആ ഒരു ഭ്രാന്തൻ നീക്കം, അത് ഭയങ്കര ഭ്രാന്തൻ നീക്കമെന്ന്, പക്ഷേ അത് സക്സസ്ഫുൾ ആയത് നമ്മൾ കണ്ടതാണ് 2025-ലും 2026 തുടക്കത്തിലും. അതിനുശേഷമാണ് ആശാൻ
ആ തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് പോയി നിക്കോളാസ് മദുറോയും ഭാര്യയെ പിടിച്ചോണ്ട് പോയത്. അത് നമ്മൾ കണ്ടു. അതും അൺബിലീവബിൾ. ഭ്രാന്തന്മാർക്കേ ചെയ്യാൻ പറ്റൂ. പിന്നെ വന്ന് ഇറാൻ്റെ തലയിൽ കൊണ്ട് ബോംബിട്ടിട്ട് ആദ്യം പറഞ്ഞു, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ വെടിനിർത്തലിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ വൈൻഡിങ് ഡൗൺ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ചർച്ചകൾ തുടങ്ങിയെന്ന് ആക്ച്വലി വേറെ 2-3 സൈറ്റുകൾ ഈ വാർത്ത പുറത്ത് വന്നിരുന്നതാണ്. അത് അമേരിക്ക നിഷേധിച്ചില്ല. അതിനുശേഷമാണ് ട്രംപ് പറഞ്ഞു 48 മണിക്കൂർ തന്നില്ലെങ്കിൽ തട്ടിക്കളയും, ശരിയായി കളയും, ഇറാനെ തവിടുകൂടി ആക്കിക്കളയും. അപ്പോൾ എന്താണ് ഈ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്ക പോലൊരു വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു രാജ്യ തലവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കകത്ത് ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ ഇല്ലേ? ഈ ട്രംപിൻ്റെ കൂടെയുള്ള സംവിധാനം മുഴുവൻ ഇങ്ങനൊരു ഭ്രാന്ത് അവർ കൺവിൻസ്ഡ് അല്ലെങ്കിൽ അനുവദിച്ച് കൊടുക്കുമോ? അറിയില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. ഇറാൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലെ വളരെ കുറച്ച് ആളുകൾ, പെസഷ്കിയാൻ മുതലായ പ്രസിഡൻ്റുണ്ട്, ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ലാർജാനി പോയി, പല ആളുകളും പോയി. അപ്പോൾ ആ നേതൃത്വം അമേരിക്കയിലെ ട്രംപ് കൊടുക്കുന്ന ഓരോ സന്ദേശങ്ങളെയും ഡീകോഡ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇയാൾ എന്താ ഈ പറയുന്നത്? ഇതെന്താ സംഭവം? ഒരു ദിവസം ഇങ്ങനെ പറയുന്നു, പിന്നെ ഇങ്ങനെ പറയുന്നു, ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നു, അതിനുശേഷം പറയും 48 മണിക്കൂർ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ചർച്ച 48 മണിക്കൂറിനകം തീർക്കണമെന്നാണോ? അങ്ങനെ ഇറാൻ രാഷ്ട്രീയത്തെ കൺഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും അടിക്കാനാണോ? നമുക്കറിയില്ല. ഇപ്പോൾ ഇന്ന് 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ ട്രംപ് നാളെ രാവിലെ തലയിൽ അടുത്ത ബോംബിടില്ല നമുക്ക് പറയാൻ പറ്റുമോ? അൺപ്രഡിക്റ്റബിളാണ്. കാരണം ഇയാൾക്ക് വട്ടാണ്. ഇയാളുടെ ഈ ഭ്രാന്തിന് പിന്നിൽ വേറെ വലിയ പ്ലാനുണ്ടോ? നമുക്ക് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്. പൊളിഞ്ഞ പാളീസായി. ലോകത്തെ ആളുകൾ മുഴുവൻ പറഞ്ഞ, ബുദ്ധിയുള്ള മനുഷ്യർ മുഴുവൻ പറഞ്ഞ ഇയാൾ പോയി പെടും ഹോർമൂസ് കടലിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഒരു ജനത അവരുടെ തല പോയിട്ടും ആ ശരീരം എഴുന്നേറ്റ് നിന്ന് പോരാടിയതിൻ്റെ കഥയാണ്. ഇറാനിൽ ലീഡർഷിപ്പില്ലല്ലോ. IRGCയുടെ 31 ദളങ്ങൾ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. തല പോയി, ശരീരം നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലയില്ലാത്ത ഒരു ശരീരം, അത്ര ദുർബലമായ ഒരു ജനത അമേരിക്ക പോലെ ഒരു സംവിധാനത്തെ കൂച്ചുവലം കിട്ടി നിർത്തിയിരിക്കുകയാണ്. 4000 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഇപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്നത്. 4000 കപ്പലുകൾ. വെള്ളം പോലും ഇല്ലെന്നാണ് പറയുന്നത്. കപ്പലുകളുടെ ചരക്ക് പോട്ടെ, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇറാൻ്റെ വിജയഗാഥയാണ്. ചരിത്രത്തിൽ ശരിക്കും രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സംഭവമാണ്. ഒരു ജനത, തകർന്നു പോയൊരു ജനത അവിടെ നിന്നുകൊണ്ട് പോരാടിയത്. പക്ഷേ നാളെ അടുത്ത മണിക്കൂറിൽ എന്താണെന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ്. ട്രംപിൻ്റെ തലയിൽ ഉദിക്കുന്നത് എന്താണെന്ന് പറയാനേ ആവില്ല. അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. യെസ്, അജിംസ്, 5 ദിവസത്തെ ഇടവേള അത് തോൽവിയാണോ തന്ത്രമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ട്രംപ് നിശ്ചയമായും ബാക്ക് ഫൂട്ടിലായിട്ടുണ്ട്. ആ ബാക്ക് ഫൂട്ടിലാക്കിയത് ഇറാൻ്റെ ഏത് സ്ട്രാറ്റജിക് മൂവാണ്? അത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണമാണോ? ഹോർമൂസ് ഇങ്ങനെ പിടിച്ചടക്കിയതാണോ? ഏതുമല്ല വീണുപോയതാണ്? അൽ ജസീറയുടെ ദോഹയുടെ ബ്യൂറോ ചീഫ് അല്പം മുമ്പ് ട്വീറ്റ് ചെയ്തത് ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സ്, ഈ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈ 4 ദിവസങ്ങളിൽ ടെലഫോണുകൾ നിരന്തരം ശബ്ദിച്ചു എന്നാണ്. അതായത് ഇറാൻ്റെ പവർ സപ്ലൈക്ക് ആക്രമിക്കുക, ഇറാനെ ഇരുട്ടിലാക്കുക. എന്നാൽ എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഗൾഫ് കൺട്രീസിന് അറിയാം. അതായത് എസ്കലേഷനെ മറ്റൊരു പടിയിലേക്ക് കയറുകയാണ്. ഇതുവരെ എസ്കലേഷൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇത് മറ്റൊരു പടിയിലേക്ക് കയറുകയാണ്. അത് ഇതുവരെ കണ്ട ഒരു ഫ്രണ്ട്ലി ഗെയിമൊന്നും ആയിരിക്കില്ല. അതായത് ഖത്തറിലേക്കും UAE-യിലേക്കും സൗദിയിലേക്കൊക്കെ ഓരോ മിസൈൽ അയക്കുക, ഡ്രോൺ അയക്കുക, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. അതൊരു ദീപാവലി പോലെ അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതല്ല ഇനി വരാൻ പോകുന്നതെന്ന് GCC രാജ്യങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഡിപ്ലോമാറ്റുകൾ അതിശക്തമായി രംഗത്തിറങ്ങുകയും ഈ ട്രംപിൻ്റെ ഈ നീക്കം തടയണം എന്ന് GCC രാജ്യങ്ങളിലുള്ള ഡിപ്ലോമാറ്റുകൾ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന ട്രൂത്ത് സോഷ്യലിൽ നിന്ന് ട്രംപിൻ്റെ ട്വീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിശക്തമായ നയതന്ത്ര നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. കളി നിർത്ത് എന്ന് തന്നെ ആരോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിശക്തമായൊരു സമ്മർദ്ദം GCC രാജ്യങ്ങൾ വന്ന് ട്രംപിൻ്റെ മേലുണ്ടായിട്ടുണ്ട്. ഇതിനർത്ഥം 5 ദിവസത്തെ പോസ്റ്റേ പറഞ്ഞിട്ടുള്ളൂ. ഈ യുദ്ധം തുടരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. 5 ദിവസം ഇനി എന്താണ് ആരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയർ നെഗോഷിയേഷന് വിളിച്ചിരുത്തിയിട്ട് ബാക്കിയിൽ നിന്ന് വന്ന് അവരുടെ നേതാവിനെ കൊന്ന ഒരു രാജ്യത്തിൻ്റെ തലവനുമായിട്ടാണ് ഇനിയുള്ള ടോക്സ് നടക്കാൻ പോകുന്നത്. ആ ടോക്സ് നടക്കുമ്പോൾ ഇറാൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ എന്താ പറഞ്ഞത്? ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് എന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം ഞങ്ങൾ നിർത്തുന്നില്ല, യുദ്ധം 2, 3, 4, 5 ആഴ്ച നീളും എന്ന് ട്രംപും നെതന്യാഹുവും പറയുമ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളല്ല തുടങ്ങിയത്, ഞങ്ങളിപ്പോൾ നിർത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി നിർത്തണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സ് എന്താണ്? ഇനി മേലാൽ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ പാടില്ല. ഒരുപാട് ഡിമാൻഡ്സ്, 1, 2 ഒന്നും അല്ല. US-ൻ്റെ സകല
എന്താണ് ബേസുകൾ അടച്ചുപൂട്ടണം. ഈ ഡിമാൻഡ്സ് ട്രംപ് അംഗീകരിക്കുമോ? കോമ്പൻസേഷൻ കോമ്പൻസേഷൻ. ഞങ്ങളുടെ പവർ പ്ലാന്റ് ആക്രമിച്ചാൽ അത് റീബിൽഡ് ചെയ്യാതെ ഞങ്ങൾ ഹോർമുസ് തുറക്കില്ല എന്നാണ് ഇന്നലെ ഇയാളെന്ന് പറഞ്ഞത്, സൈനിക വക്താവ് എന്ന് പറഞ്ഞത്. അങ്ങനെ ചുമ്മാ പോയിട്ട് ഇനി വെടിനിർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ലേ യുദ്ധം നിൽക്കും. ഈ 5 ദിവസത്തെ പോസ്റ്റ് ശരി, ഇനി ആ ടോക്സ് എങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ട്രംപാണ് മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് പോയി ആക്രമിക്കുന്ന ആളാണ്. അയാളോട് എന്ത് ചർച്ച ചെയ്യാനാണ്? ആ ചർച്ച ചെയ്യാനെന്നുള്ള ചോദ്യം ഇറാൻ ചോദിക്കും. കാരണം വെച്ചാൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമാണ് വിശ്വാസം നഷ്ടപ്പെട്ടത്. ഇത് ട്രംപിൻ്റെ ഈ മാട്ട്മാൻ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഡിപ്ലോമസി ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന പോലെ ഈ ട്രംപ് ഡിപ്ലോമസി എന്ന് പറയുന്നത് മാട്ട്മാൻ തിയറിയാണ്. എന്തും എപ്പോഴും ചെയ്യും, എന്താണ് ചെയ്യാൻ പോയതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഡിപ്ലോമസി കൊണ്ട് താരിഫ് അടിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, മദുറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്ക കൊണ്ടുപോകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം പുറത്തുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പുണ്ട്, ശത്രു രാജ്യങ്ങളോടും സുഹൃത്ത് രാജ്യങ്ങളോടും. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമായിരിക്കുന്നതും പ്രശ്നമാണെന്ന് കിസിഞ്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു എന്താണ് ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്. ട്രംപിൻ്റെ കാലത്ത് അതില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അമേരിക്കയുടെ എല്ലാ ഇൻവേഷനിലും കൂടുന്ന ആൾക്കാരാണ് നാറ്റോ. ഈ യുദ്ധത്തിൽ നാറ്റോ എവിടെയാണ്? നാറ്റോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഉണ്ട്, തുർക്കി പോലും ഉണ്ട്, ജർമ്മനി ഉണ്ട്, UK ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് യുദ്ധത്തിൽ? അവരുടെ പൊസിഷൻ എന്താണ്? ജപ്പാൻ എവിടെയാണ്? ഈ രാജ്യങ്ങളുടെയൊക്കെ പൊസിഷൻ എന്താണ് യുദ്ധത്തിൽ? അമേരിക്ക ഇത്രത്തോളം സൈനികമായി ഒറ്റപ്പെട്ട, നയതന്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു ചരിത്രം അമേരിക്കൻ ചരിത്രത്തിലില്ല. അതായത് അമേരിക്ക ഇൻ്റർനാഷണൽ പ്ലെയറായി വന്നതിന് ശേഷം, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലെ സൈനികമായും നയതന്ത്രമായും അമേരിക്ക ഒറ്റപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. നാറ്റോ രാജ്യങ്ങൾ പറയും ഞങ്ങൾക്ക് സൗകര്യമില്ല, ഇവിടെ ഒന്ന് യുദ്ധക്കപ്പലിടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതായത് അമേരിക്ക പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഇറാൻ അറ്റാക്കിൻ്റെ ഒരു പരിണിത ഫലം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയെ എന്ത് വിശ്വാസത്തിൽ ഇനി ഡീൽ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ട്രംപ് ഇന്ന് വരും, നാളെ പോകും, ചിലപ്പോൾ നാളെ മാറും. അതിൻ്റെ ഒരു എന്താണ് പറയുക, അമേരിക്ക എന്നൊരു രാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഭരണകൂടം, ആ ഭരണകൂടത്തോട് ഡീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ട്രംപ് ഉണ്ടാക്കി വെച്ചൊരു പ്രീസിഡൻസ് ഇനിയുള്ള ഭരണകൂടങ്ങൾ തുടർന്നാൽ എങ്ങനെ അമേരിക്കയുമായി ഡീൽ ചെയ്യും മറ്റു രാജ്യങ്ങൾ? അപ്പോൾ അമേരിക്കയുടെ മേലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ആർക്ക് വേണ്ടി? ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി. അത് തന്നെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കുഴപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് യുദ്ധം നിന്നു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ യുദ്ധം ഒരു 5 ദിവസം അല്ലെങ്കിൽ 10-15 ദിവസം നിന്നു എന്ന് വയ്ക്കുക, യുദ്ധം അവസാനിച്ചു എന്നല്ല, പോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും അമേരിക്കയിൽ മറ്റേ പ്രശ്നം. ഇതിനിടയ്ക്ക് എപ്സ്റ്റീൻ ഫയലിലെ കുറേ സാധനങ്ങൾ റിട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടു, പ്രസിദ്ധീകരിച്ചൊക്കെ പിൻവലിച്ചു എന്ന് കേട്ടു. എപ്സ്റ്റീൻ ഫയലോടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ എന്തിന് നമ്മൾ ചുമക്കണമെന്ന ചോദ്യം വീണ്ടും അതിശക്തമായി ഉയർന്നു വരികയാണ്. അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൂർണ്ണ വിരാമമാണ്, ഇറാൻ്റെ മേലുള്ള ആക്രമണത്തിൻ്റെ പൂർണ്ണ വിരാമമാണെന്ന് കരുതാൻ വയ്യ. ഏത് സമയത്തും ആക്രമിച്ച് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനോ, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ, അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇത് വീണ്ടും തുടരാനാണ് സാധ്യത. യെസ്, അപ്പോൾ ഇറാനുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇപ്പോഴത്തെ 5 ദിവസത്തെ ഇടവേള എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും സൈനിക നേതൃത്വവും അവിടുത്തെ ദേശീയ വാർത്താ ഏജൻസികളും എല്ലാം അത് നിഷേധിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 5 ദിവസം, ആ ദിവസത്തിനിടയിലെങ്കിലും ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് കണ്ടറിയാം.